തൻ്റെ കംഫർട്ടിന് പ്രാധാന്യമില്ലെന്നും സീറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും പ്രശ്നമുള്ള ആളല്ല താനെന്നും രമേശ് പിഷാരടി. മുൻ MLA-മാരായ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ചെയ്ത നല്ല കാര്യങ്ങൾ തുടരുവാനാണ് തൻ്റെ ലക്ഷ്യമെന്നും രമേശ് പിഷാരടി പറഞ്ഞു. പാലക്കാട് മത്സരിക്കുവാനാണ് പാർട്ടി പറഞ്ഞതെന്നും പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി പറഞ്ഞു. രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ, പരാതികൾ എല്ലാം കോടതിയുടെ പരിഗണനയിലാണ്. അതിലെ കോടതി തീരുമാനം അനുകൂലമായാലും പ്രതികൂലമായാലും രാഹുൽ അതിനെ നേരിടുകയാണ് വേണ്ടതെന്നും രമേശ് പിഷാരടി പറഞ്ഞു. ആ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി, പാലക്കാട് ഇപ്പോഴത്തെ MLA, അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ, പോലീസിലുള്ള പരാതികൾ, അദ്ദേഹത്തിനെതിരെ കേസുകൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കോടതിയിൽ ഇരിക്കുകയാണ്. കോടതി അതിനെക്കുറിച്ച് അന്വേഷിക്കും. അദ്ദേഹം തെറ്റുകാരനാണ് അല്ലെങ്കിൽ അദ്ദേഹം അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള വിധി വരും. ഇപ്പോഴത്തെ MLA എന്ന നിലയിൽ താനാണ് സ്ഥാനാർത്ഥി എന്ന കാര്യം പറയുവാൻ രാഹുലിനെ വിളിച്ചിരുന്നു. പോലീസിൽ പോലും പരാതി എത്തുന്ന മുമ്പ് രാഹുലിനെ പാർട്ടി പുറത്താക്കിയതാണ്. വേറെ ഏത് പാർട്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്? ആശയങ്ങളുടെ പോരാട്ടമാണ് നടക്കുന്നത് എന്നാണ് താൻ കരുതുന്നത്. മുഖ്യ എതിരാളി BJP-യാണ്. ജനങ്ങളുടെ ശാരീരികമായ ആരോഗ്യത്തിനും മാനസികമായ സന്തോഷത്തിനുമാകും താൻ പ്രാധാന്യം നൽകുക എന്നും അദ്ദേഹം പറഞ്ഞു. മമ്മൂക്കയെ വിളിച്ചു സംസാരിച്ചിരുന്നു. മമ്മൂക്ക അല്പം മുമ്പ്, ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് കൂടെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മേടിച്ചു. അദ്ദേഹം എനിക്കൊരു എല്ലാ ദിവസവും കമ്മ്യൂണിക്കേഷനുള്ള ഒരാളാണ്. രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ ഒരുപക്ഷെ കഴിഞ്ഞ കുറേ നാളുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചർച്ചകൾ ചെയ്തിട്ടുള്ളതും ആശയ സംവാദങ്ങൾ നടത്തുന്നതും മമ്മൂക്ക എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം എത്രയോ മുഖ്യമന്ത്രിമാരെ അടുത്ത് പരിചയമുള്ള, കഴിഞ്ഞ കുറേ നാളുകളിൽ ഏറ്റവും സജീവമായി ഇവിടെ നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും, എതിരഭിപ്രായങ്ങളാണെങ്കിൽ അതും വെച്ച് സംസാരിച്ചിട്ടുണ്ട്. ചലച്ചിത്ര മേഖലയിൽ നിന്നും ആരെയും നിർബന്ധിച്ച് പ്രചാരണത്തിന് കൊണ്ടുവരില്ല എന്നും രമേശ് പിഷാരടി പറഞ്ഞു. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.